അപ്പം നമ്മൾ 2019 മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ എട്ടാം ക്ലാസ്സിലെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാൻ പോവാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, ഇൻ ദ ഫിഗർ O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ, ആംഗിൾ എ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ബി കണ്ടുപിടിക്കണം, ആംഗിൾ എ ഒ ബി കണ്ടുപിടിക്കണം. അപ്പോൾ ആംഗിൾ ബി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആംഗിൾ ഒ എയും ഒ ബിയും എന്താണ്, റേഡിയസസ് ആണ്. അപ്പോൾ റേഡിയസസ് ആകുമ്പോൾ ആ രണ്ട് ഒ എയും ഒ ബിയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 30 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ ആംഗിൾ ബി എത്രയാണ്? 30 ഡിഗ്രിയാണ്. ഇനി ചോദിച്ചിരിക്കുന്ന ആംഗിൾ എ ഒ ബി എത്രയാണ്? അപ്പോൾ ആംഗിൾ എ ഒ ബി എന്ന് പറയുമ്പോൾ ഇത് 30 ആണ്, ഇത് 30 ആണ്. അപ്പോൾ ഒരു ട്രയാങ്കിളിൽ ടോട്ടൽ 180 ആണ്. അപ്പോൾ 30 + 30 60. 180 നിന്ന് 60 കുറയ്ക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 120, 120 ഡിഗ്രിയാണ് ഇവിടെ കിട്ടുന്നത്. കേട്ടല്ലോ. അപ്പോൾ ആംഗിൾ എ ഒ ബി അത് കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് നമ്പർ ഈസ് ടു ബി സബ്ട്രാക്റ്റഡ് ഫ്രം 10 സ്ക്വയർ + 2 സ്ക്വയർ ടു ഗെറ്റ് 10 - 2 ഹോൾ സ്ക്വയർ. അതായത് 10 സ്ക്വയർ + 2 സ്ക്വയറിൽ നിന്നും ഏത് നമ്പർ കുറയ്ക്കുമ്പോഴാണ് 10 - 2 ഹോൾ സ്ക്വയറിൻ്റെ ഉത്തരം ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 10 സ്ക്വയർ പ്ലസ് എൻ്റെ ഉത്തരമാണ് ഇവിടെ 10 സ്ക്വയർ + 2 സ്ക്വയർ. അപ്പോൾ 10ൻ്റെ സ്ക്വയർ 100, 100 + 4 104. 10 - 2ൻ്റെ സ്ക്വയർ 10 - 2 8 ആണ്. അപ്പോൾ 8ൻ്റെ സ്ക്വയർ 64. അപ്പോൾ 104ൽ നിന്ന് 64 മൈനസ് ചെയ്തു, അപ്പോൾ 40. അപ്പോൾ ഏത് നമ്പറാണ് ആഡ് ചെയ്യേണ്ടത്? 40 ആണ് ആഡ് ചെയ്യേണ്ടത്. കണ്ടോ? ദെൻ അടുത്തത് അതിൻ്റെ ബി ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. അതിൻ്റെ ബി ക്വസ്റ്റ്യനിൽ പറയുന്നത്, വാട്ട് ഈസ് ടു ബി സബ്ട്രാക്റ്റഡ് ഫ്രം എ സ്ക്വയർ + ബി സ്ക്വയർ ടു ഗെറ്റ് എ - ബി ഹോൾ സ്ക്വയർ. അപ്പോൾ വാട്ട് ഈസ് ടു ബി സബ്ട്രാക്റ്റഡ് ഫ്രം എ സ്ക്വയർ + ബി സ്ക്വയർ, എ സ്ക്വയർ + ബി സ്ക്വയറിൽ നിന്നും എന്ത് കുറയ്ക്കുമ്പോഴാണ് എ - ബി ഹോൾ സ്ക്വയർ കിട്ടുക എന്ന്. അപ്പോൾ അതും ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എ സ്ക്വയർ + ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? അതിൽ നിന്നും, അതായത് എ സ്ക്വയർ + ബി സ്ക്വയറിൽ നിന്നും ഏത് കുറയ്ക്കണം? എ - ബി ഹോൾ സ്ക്വയർ കുറയ്ക്കണം. അപ്പോൾ എ സ്ക്വയർ + ബി സ്ക്വയർ മൈനസ് നമ്മളുടെ എ - ബി ഹോൾ സ്ക്വയറിൻ്റെ പിന്നെ വിപുലീകരണമാണ് എ സ്ക്വയർ + ബി സ്ക്വയർ മൈനസ് 2ab. അപ്പോൾ എ സ്ക്വയർ + ബി സ്ക്വയർ, ഈ മൈനസ് ഇവിടെ നിന്നിട്ട് ഇവിടം വരെ കോമൺ ആണ്, ഇവിടെ നിന്ന് ഇവിടം വരെ കോമൺ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൈൻ മാറ്റി കൊടുക്കണം, ചിഹ്നം മാറ്റി കൊടുക്കണം. അപ്പോൾ മൈനസ് എ സ്ക്വയർ ആവും, ഇത് - ബി സ്ക്വയർ ആവും, ഈ മൈനസ് എന്താവും? +2ab ആയിരിക്കും. കണ്ട? അങ്ങനെ വരുമ്പോൾ പോസിറ്റീവ് എ സ്ക്വയറും - എ സ്ക്വയറും വെട്ടിപ്പോവും, പോസിറ്റീവ് ബി സ്ക്വയറും - ബി സ്ക്വയറും വെട്ടിപ്പോവും. ബാലൻസ് എന്താ വന്നത്? 2ab. അപ്പോൾ എത്രയാ കുറയ്ക്കുമ്പോൾ കിട്ടുന്നത്? 2ab ആണ് കിട്ടുന്നത്. then അടുത്തത് നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മന്ത്ലി ഇൻട്രസ്റ്റ് ഫോർ 1000 rupees ഈസ് 20 rupees ഓൺലി. 1000 രൂപയ്ക്ക് 20 രൂപയാണ് മന്ത്ലി ഇൻട്രസ്റ്റ്, ഒരു മാസത്തേക്കുള്ള പലിശ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇൻട്രസ്റ്റ് ഓഫ് 100 rupees ഫോർ 1 month? അങ്ങനെയാണെങ്കിൽ 100 rupeesന് ഒരു മന്തിൽ എത്ര ഇൻട്രസ്റ്റ് ആയിരിക്കും? അപ്പോൾ ആദ്യം നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് I ഈസ് ഈക്വൽ ടു PNR, സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരമാണ്. അപ്പോൾ I ഈസ് ഈക്വൽ ടു PNR. ഇവിടെ I തന്നിരിക്കുന്നത് 20 rupees ആണ് കിട്ടിയിരിക്കുന്നത് ഇൻട്രസ്റ്റ് ആയിട്ട്. അപ്പോൾ 20 ഈസ് ഈക്വൽ ടു P എത്രയാ? 1000 ഇൻറ്റു N എന്ന് പറയുന്നത് 1 month എന്നാണ് പറയുന്നത്. അപ്പോൾ 1 month എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇടേണ്ടത് 1/12, അതായത് 12 മാസത്തിൽ 1 month എന്നർത്ഥം. 1/12 ഇൻറ്റു നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയില്ല, അപ്പോൾ R/100. അപ്പോൾ 20 ഈസ് ഈക്വൽ ടു ഈ 2 സീറോയും ഈ 2 കോമൺ സീറോസും വെട്ടിക്കളഞ്ഞു. അപ്പോൾ 10 × 1 × R ഈസ് ഈക്വൽ ടു 10 × R/12. അപ്പോൾ 20 ഇൻറ്റു, അപ്പോൾ ഇതിങ്ങനെ ക്രോസ് ആണ് കേട്ടോ, ഇങ്ങനെ ക്രോസ് ചെയ്യണം. 20നെ ഇങ്ങനെ ക്രോസ് ചെയ്യണം, ഇതിന് ഇങ്ങനെ ക്രോസ് ചെയ്യണം.
അപ്പോൾ 20 × 12 ഈസ് ഈക്വൽ ടു, ഇവിടെ ഇൻറ്റു ചെയ്യാനൊന്നും ഇല്ലല്ലോ, അപ്പോൾ അത് തന്നെ എടുത്ത് എഴുതാം. 10 × 6. അപ്പോൾ 20 × 12 240 ഈസ് ഈക്വൽ ടു 10 × 6. അങ്ങനെയാണെങ്കിൽ 6 ഈസ് ഈക്വൽ ടു 240/10 ഈസ് ഈക്വൽ ടു 24%. അപ്പോൾ 24% പലിശ നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് നോക്കാം. 100 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് എത്രയാണ് ഇൻട്രസ്റ്റ്, എത്രയാണ് പലിശ? അപ്പം 100 ഇൻറ്റു ഒരു മാസം എന്ന് പറയുമ്പോൾ 1/12 ഇൻറ്റു 24/100 24/100. അപ്പോൾ ഇവിടെ ഈ 2 0 കോമൺ സീറോസ് വെട്ടിക്കളഞ്ഞു. 12 24 എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യമാണ് പോവുക. അപ്പോൾ 1 × 2 ഇവിടെ എല്ലാം വെട്ടിപ്പോയി. 1 × 2 2. 2 റുപ്പീസാണ് 100 രൂപയ്ക്ക് ഒരു മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് അഥവാ പലിശ. ദെൻ ബി ക്വസ്റ്റ്യൻ ചോദിച്ചത് എത്രയാണ് ഇൻട്രസ്റ്റ്? ബി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എത്രയാണ്? 24%. ഓക്കെ. ദെൻ ഇനി നമ്മൾ 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 4ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ദ മെഷർ ഓഫ് 1 ഔട്ടർ ആംഗിൾ ഓഫ് എ 12-sided റെഗുലർ പോളിഗൺ. റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ സൈഡ്സ് ആർ ഈക്വൽ എന്നർത്ഥം. ഈ പോളിഗണിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അങ്ങനെ 12 സൈഡ് ഉണ്ട്. അപ്പോൾ 12 സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു പോളിഗണിൻ്റെ, ഒരു ബഹുഭുജത്തിൻ്റെ ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പം ഔട്ടർ ആംഗിളിൻ്റെ സം എത്രയാണ്? സം നമുക്കറിയാം 360 ആണ്. അപ്പോൾ എത്ര സൈഡ് ഉണ്ട്? 12 സൈഡ്. എല്ലാം ഈക്വൽ അല്ലായിരിക്കുക. അപ്പം നമ്മൾ 360 ഡിവൈഡഡ് ബൈ 360 ഡിവൈഡഡ് ബൈ ടോട്ടൽ ബൈ 12. സം ഓഫ് ദ ഔട്ടർ ആംഗിൾ ഡിവൈഡഡ് ബൈ 12 സൈഡ്സ്. അപ്പോൾ 12 36 ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും, 30. അപ്പോൾ 30 ഡിഗ്രിയാണ് ഒരു ഔട്ടർ ആംഗിൾ വരാൻ പോകുന്നത്. ഇനി ബി ക്വസ്റ്റിൻ്റെ ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ മെഷർ ഓഫ് 1 ഇന്നർ ആംഗിൾ. ഒരു ഇന്നർ ആംഗിളിൻ്റെ അളവ് എത്രയാണ്? അപ്പോൾ ഔട്ടർ ആംഗിളിൻ്റെ അളവ് 30 ഡിഗ്രി ആണെങ്കിൽ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും തമ്മിലുള്ള സം എത്രയാണ്? 180. അപ്പോൾ 180 - 30 = 150 ഡിഗ്രി. ഓക്കെ. ദെൻ ഇനി നമ്മൾ അടുത്ത കണക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഏതാണ് അടുത്ത കണക്ക്? നോക്കട്ടാ, 5ാമത്തെ കണക്ക്. ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഓൺ എ ക്ലാസ് ആർ ഇൻ ദ റേഷ്യോ 3:5. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം 3:5 ആണ്. ഇഫ് ദ നമ്പർ ഓഫ് ബോയ്സ് ഈസ് 12, ബോയ്സിൻ്റെ എണ്ണം 12 ആണ്. ദെൻ എങ്കിൽ എ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഗേൾസ് ഇൻ ദ ക്ലാസ്. ആ ക്ലാസ്സിലെ ഗേൾസിൻ്റെ എണ്ണം എത്ര? പിന്നെ ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. ബി ക്വസ്റ്റ്യൻ ആ ക്ലാസ്സിലെ ടോട്ടൽ സ്റ്റുഡൻറ്റിൻ്റെ നമ്പർ എത്രയാണ്? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് കണ്ട, ബോയ്സിൻ്റെ റേഷ്യോ ബോയ്സ് റേഷ്യോ ഗേൾസ്. ബോയ്സ് നമ്പർ ഓഫ് ബോയ്സ് ഇവിടെ എഴുതാം, നമ്പർ ഓഫ് ഗേൾസ് ഇവിടെ എഴുതാം. അപ്പോൾ 3:5 പിന്നെ 12, x കേട്ടാ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതേണ്ടത് 3/5 = 12/x. അപ്പോൾ ഇനി നമുക്കിതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 3 × x കണ്ട = 12 × 5 കണ്ട. അപ്പോൾ 3 × x = 12 × 5. 3 × x 3x = 12 × 5 60. അപ്പോൾ x = 60 60 ഇൻറ്റു 3 അല്ലേ, അത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും. ഡിവൈഡ് ബൈ 3 = 20. നിങ്ങൾ എൻ്റെ ഒപ്പം ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ നിങ്ങളിവിടെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ദെൻ x = 60/3 = 20. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 20 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? x = 20 ആണ്. എക്സ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്താ വിചാരിച്ചാൽ ഗേൾസിൻ്റെ നമ്പറാണ് 20. അപ്പോൾ ഗേൾസിൻ്റെ എണ്ണം കിട്ടി 20. ദെൻ ഇനി ടോട്ടൽ നമ്പർ ഓഫ് ദ ക്ലാസ്. ആ ക്ലാസ്സിലെ ടോട്ടൽ കുട്ടികളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ബോയ്സ് 12ഉം ഗേൾസ് 20 കൂട്ടുമ്പോൾ = 32. ഓക്കെ. ദെൻ ഇനി നമ്മൾ പോകുന്നത് അടുത്ത കണക്കിലേക്കാണ്. അടുത്ത കണക്കെന്ന് പറയുന്നത് അതെ 6ാമത്തെ കണക്കാണ് കേട്ടോ. 6ാമത്തെ പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ ഇൻ ദ ഫിഗർ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ABCD ഈസ് എ റോംബസ്. ABCD ഒരു സമഭുജ സാമാന്തരികമാണ്. AC 16 സെൻറ്റിമീറ്റർ ആണ്, AD 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പം നമുക്കറിയാം ഇത് AD 10 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ ഈ റോംബസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും, അതുപോലെ ഇവിടെയും 90 ഡിഗ്രി ആയിരിക്കും, ഇവിടെ 90, ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും കേട്ടല്ലോ. അപ്പോൾ ഇവിടെ 10 സെൻറ്റിമീറ്റർ പറഞ്ഞു. ഇനി AC-യുടെ നീളം എത്രയാണ്? 8. പിന്നെ റോംബസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇത് തമ്മിൽ ഇങ്ങനെ ഇതാക്കി വരയ്ക്കുമ്പോൾ അതായത് പിന്നെ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ, അങ്ങനെ നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പോൾ ഡയഗണൽസ് പരസ്പരം സമഭാഗം ചെയ്യുമ്പോൾ ഇവിടെ 90 ഡിഗ്രി വരും, ഇവിടെ 90 ഡിഗ്രി വരും, ഇവിടെ 90, ഇവിടെ 90. അങ്ങനെയാവുമ്പോൾ ഇവിടെ പിന്നെ AC 16 ആണെങ്കിൽ AM എത്രയായിരിക്കും? 8 സെൻറ്റിമീറ്റർ ആണ്. അതാണ് ഇവിടെ നമ്മുടെ ചോദ്യം, ആദ്യത്തെ ചോദ്യം. ലെങ്ത് ഓഫ് AM എത്ര സെൻറ്റിമീറ്ററാ? 8 സെൻറ്റിമീറ്റർ. ഇനി ലെങ്ത് ഓഫ് BDയുടെ നീളം നമ്മൾ കണ്ടുപിടിക്കണം. BDയുടെ നീളം എന്ന് പറയുന്നത് ഏതാണ്? BDയുടെ നീളം BD ഇത് ഫുള്ള് കണ്ടുപിടിക്കണം കേട്ടല്ലോ. അപ്പം നമ്മൾ BDയുടെ നീളം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാട്ടോ. ഇതിവിടെ 90 ഡിഗ്രി ആണ്. അപ്പോൾ ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് 10. ഇവിടെ 90 ഡിഗ്രി ആണ്. അപ്പോൾ ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് 10 സെൻറ്റിമീറ്റർ കിടക്കുന്നത്. അപ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ നിയമം അനുസരിച്ചിട്ട് AM എന്ന് പറയുന്നത് ബേസ് പാദം, DM എന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡ് ലംബം, AD എന്ന് പറയുന്നത് ഹൈപ്പട്ടനസ് കർണം. അപ്പോൾ ആ നിയമം വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. എന്താണ് നിയമം? ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള, ലംബം കാണാനുള്ള ഫോർമുല റൂട്ട് ഓഫ് ഹൈപ്പട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ, റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇത് കണ്ട റൂട്ട് ഓഫ് ഹൈപ്പട്ടനസ് സ്ക്വയർ 10 സ്ക്വയർ മൈനസ് എന്താണിത്? ബേസ് സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് 100, 10ൻ്റെ സ്ക്വയർ 100 മൈനസ് 8ൻ്റെ സ്ക്വയർ 64 = കുറയ്ക്കുമ്പോൾ റൂട്ട് 36 റൂട്ടാണ് 6 സെൻറ്റിമീറ്റർ. 6 × 6 അല്ലേ 36. അപ്പോൾ 6 ആണ് നമ്മുടെ എന്തിൻ്റെ നീളം? ഇതിൻ്റെ നീളം. DM-ൻ്റെ നീളമാണ് 6 അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈസെക്ട് ഈച്ച് അതർ, റോംബസിൻ്റെ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. അപ്പോൾ ഇത് 6 ആണെങ്കിൽ ഇതും 6 ആണ് കണ്ടോ. അപ്പോൾ 6 + 6 BDയുടെ നീളം എത്രയാണ്? 12 സെൻറ്റിമീറ്റർ. ഓക്കെ. ദെൻ നമ്മളിനി 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുമ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 4 സെൻറ്റിമീറ്റർ മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത്. ഒരു റെക്ടാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനേക്കാൾ 4 സെൻറ്റിമീറ്റർ മോർ, ബ്രെഡ്ത്തിനേക്കാൾ 4 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ഇഫ് ദ പെരിമീറ്റർ ഈസ് 84 സെൻറ്റിമീറ്റർ, പെരിമീറ്റർ 84 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്ര? ഇതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് ഒറ്റയടിക്ക് ഉത്തരം എഴുതേണ്ട കാര്യം എന്താ വെച്ചാൽ പെരിമീറ്റർ എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. പെരിമീറ്റർ എത്രയാണോ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് കിട്ടും. തെറ്റിക്കരുത് കേട്ടോ. ഇതൊരു കാര്യം നല്ല സുഖമായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. 84 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്ര കിട്ടും? 84 ഡിവൈഡഡ് ബൈ 2 ഇവിടെ 42 സെൻറ്റിമീറ്റർ. ഏതൊക്കെ തമ്മിൽ? ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് = 42. ഇനി അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ B ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ. നമ്മുടെ ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും ഓരോന്നും വ്യത്യസ്തം നമ്മൾ കണ്ടുപിടിക്കണം. ലെങ്ത് എത്രയാണ് ബ്രെഡ്ത്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം റെക്ടാങ്കിളിൻ്റെ. അപ്പോൾ അതിന് ഇവരോട് നമുക്ക് ഒരു പിന്നെ ക്ലൂ തന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ബ്രെഡ്ത്തിനേക്കാൾ
4 സെൻറ്റിമീറ്റർ കൂടുതലാണ് ലെങ്ത്ത്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ അങ്ങ് എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ ബി സമം എക്സ്, എൽ സമം എക്സ് പ്ലസ് 4. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 42 എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. 84/2 നമ്മുടെ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് 42 അല്ലേ. അപ്പോൾ എക്സ് പ്ലസ്, അപ്പോൾ ബി എക്സ് ആണ്, എൽ എക്സ് പ്ലസ് 4 ആണ്. അപ്പോൾ എക്സ് പ്ലസ് 4 ഈസ് ഈക്വൽ ടു 42. അപ്പോൾ 2x പ്ലസ് 4 ഈസ് ഈക്വൽ ടു 42. 2x ഈസ് ഈക്വൽ ടു 42. ഈ പ്ലസ് 4 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? -4. 2x ഈസ് ഈക്വൽ ടു 38. എക്സ് ഈസ് ഈക്വൽ ടു 38. ഇവിടെ ഇൻറ്റു എക്സ് അല്ലേ. അപ്പോൾ ഇൻറ്റു 2 ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡ് ആവും. 38/2 ഈസ് ഈക്വൽ ടു 19. 19 നമ്മുടെ എക്സ്. അതായത് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് നമ്മൾ എക്സ് എന്ന് വെച്ചത്? ബീനെ അല്ലേ, ബ്രെഡത്തിനെയാണ് നമ്മൾ എക്സ് എന്ന് വെച്ചത്. അപ്പോൾ ബ്രെഡത്ത് എത്രയാണ്? 19. അപ്പം ലെങ്ത് എത്രയാണ്? എക്സ് പ്ലസ് 4. 19 + 4 ഈസ് ഈക്വൽ ടു 23. ഏതായാലും നമ്മൾ അടുത്ത കണക്കിലേക്ക് പോവാണ്. ആദ്യത്തെ 8ാമത്തെ കണക്ക്. ജോസഫ് ഡെപ്പോസിറ്റഡ് ₹15,000 ഇൻ എ ബാങ്ക് ഇൻ ദ റേറ്റ് ഓഫ് 10% സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം ജോസഫ് 15,000 രൂപ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. റഫീഖ് ഡെപ്പോസിറ്റ് ചെയ്തത് 15,000 രൂപ മറ്റൊരു ബാങ്കിലാണ്. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണ്, പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരമാണ് കണ്ടുപിടിക്കേണ്ടത്. ആഫ്റ്റർ 2 ഇയേഴ്സ് ഹൗ മച്ച് എമൗണ്ട് വുഡ് ജോസഫ് ഗെറ്റ് ബാക്ക്? ജോസഫിന് ആഫ്റ്റർ 2 ഇയേഴ്സ് 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപയാണ് തിരിച്ച് കിട്ടുന്നത്? അതേപോലെ ആഫ്റ്റർ 2 ഇയേഴ്സ് ഹൗ മച്ച് എമൗണ്ട് വുഡ് റഫീഖ് ഗെറ്റ് ബാക്ക്? റഫീഖിന് എത്ര രൂപ തിരിച്ച് കിട്ടും? അപ്പം ജോസഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരമാണ് ഇട്ടിരിക്കുന്നത്. ജോസഫ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല I = PNR. അപ്പോൾ I = P എത്രയാണ് പറഞ്ഞത്? 15,000. 15,000 ഇൻറ്റു N 2 ഇൻറ്റു R 10/100. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ സീറോസ് വെട്ടിക്കളയാം. അപ്പോൾ ബാക്കി വന്നത് 150 ഇൻറ്റു 150 ഇൻറ്റു 2 ഇൻറ്റു 10. അപ്പോൾ 150 ഇൻറ്റു 2 എത്രയാണ്? 300. 300 ഇൻറ്റു 10 3,000. 3,000 റുപ്പീസാണ് ജോസഫിന് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. കേട്ടല്ലോ. അപ്പോൾ പിന്നെ ഇൻട്രസ്റ്റ് കിട്ടി. അപ്പോൾ എമൗണ്ട് എത്രയായിരിക്കും? ഇതെല്ലാം ഡെപ്പോസിറ്റ് എമൗണ്ട്. അതിൽ കൂടി നമ്മൾ ഈ 3,000 ആഡ് ചെയ്യണം. 3,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 18,000 18,000 രൂപയാണ് ജോസഫിന് കിട്ടുന്നത്. ഓക്കെ. ദെൻ ഇനി നമുക്ക് ആർക്കാണ് കിട്ടുന്നത്? ഇനി നമ്മളുടെ റഫീഖിൻ്റെ കാര്യം നമുക്ക് നോക്കാം. ഇനി റഫീഖിന് കിട്ടുന്നത് റഫീഖും 15,000 റുപ്പീസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ്, കൂട്ടുപലിശയിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കൂട്ടുപലിശയുടെ ഫോം P × 1 + R/100 all n ഈ രീതിയിലാണ് കാണേണ്ടത്. അപ്പോൾ 15,000 ഇൻറ്റു 1 + 10/100 all 2 2 വർഷം. അപ്പോൾ അത് ചെയ്തിരിക്കുന്നു കണ്ടോ. അപ്പോൾ കോമൺ സീറോസ് 2 പ്രാവശ്യം എഴുതണം കേട്ടോ. 1 × 100 100 100 + 10 110/100 അങ്ങനെ 2 പ്രാവശ്യം എഴുതണം. 110/100 × 110/100. അപ്പോൾ കോമൺ സീറോസ് എത്ര ഉള്ളൂ? 1 2 3. ഇവിടെ 4 ഉണ്ട്. അപ്പോൾ 3 നമ്മൾ ഇവിടെ ഉണ്ട് കേട്ടോ. 1 2 3 4 5. മുകളിൽ 5 0 ഉണ്ട്. താഴെ 1 2 3 4 0 ഉള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 4 0 ആണ് കോമൺ ആയിട്ട് വരാം. ആ 4 0 നമ്മൾ വെട്ടിക്കളഞ്ഞു. ബാക്കി നമുക്ക് വന്നത് 15 ഇൻറ്റു 110 ഇൻറ്റു 11 11. എല്ലാം കൂടി ഇൻറ്റു ചെയ്ത് നമുക്ക് കിട്ടുന്നത് 18,150 18,150 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. ദെൻ നമ്മളിനി 9ാമത്തെ കണക്കിലേക്ക് പോവുകയാണ്. 9ാമത്തെ കണക്കിൽ നോക്കുകയാണ്. ഇവിടെ 9ാമത്തെ കണക്കിൽ 10 + 2 ഹോൾ സ്ക്വയർ മൈനസ് 10 - 2 ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ അത് നമുക്കിത് ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. എങ്ങനെയാ? 10 + 2 എത്രയാ? 12. 12 മൈനസ് 10 - 2 എത്രയാ? 8. ഇപ്പോൾ 12 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ കണ്ട. അപ്പോൾ 144. 12ൻ്റെ സ്ക്വയർ എത്രയാ? 144. അപ്പോൾ 144 മൈനസ് 64 64 64 = എത്രയാണ്? കുറയ്ക്കുമ്പോൾ 80 കിട്ടും. ഇനി ബി ക്വസ്റ്റ്യൻ്റെ ചോദ്യം എന്താണ്? x + y all square മൈനസ്
എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്താണെന്ന്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കണം, വിപുലീകരിച്ച് നോക്കണം. അപ്പോൾ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയറിൻ്റെ വിപുലീകരണം എക്സ്പാൻഡ് ഫോമാണിത്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. ഓക്കെ, മൈനസ് ഇനി എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഡ് ഫോം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy. അപ്പോൾ ഈ മൈനസ് ഇത് ഇവിടെ നിന്ന് തൊട്ട് ഇങ്ങോട്ട് ഉള്ളതിനെല്ലാം കോമൺ ആയിട്ടാണ് കിടക്കേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് കോമൺ. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy മൈനസ് ഇൻറ്റു മൈനസ് 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 ഇൻറ്റു മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2xy. അപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോൾ ഇത് പോസിറ്റീവ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വെട്ടിപ്പോവും, പ്ലസ് വൈ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ വെട്ടിപ്പോകുന്നു. ബാക്കി വന്നത് പ്ലസ് 2xy പ്ലസ് 2xy നമുക്ക് കൂട്ടുമ്പോൾ 4xy. കണ്ട, ഇതാണ് ഇതിൻ്റെ ഉത്തരം. മനസ്സിലായല്ലോ. ദെൻ നമ്മൾ സി ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ സി ക്വസ്റ്റ്യനിൽ പറയുന്നത് 10 പ്ലസ് 0.6 സ്ക്വയർ മൈനസ് 10 മൈനസ് 0.6 സ്ക്വയർ. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ നോക്കാം. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഏത് രൂപത്തിലാണ് കിടക്കണേ? എക്സ് സ്ക്വയർ അല്ല 10 പ്ലസ് 0.6 സ്ക്വയർ. അപ്പോൾ 10 പ്ലസ് അതിന് നമ്മളുടെ ഈക്വേഷൻ്റെ രൂപത്തിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുവരണം. അപ്പോൾ കൊണ്ടുവരുമ്പോൾ 10 പ്ലസ് 0.6 എന്ന് പറയുമ്പോൾ 10.6 അല്ലേ? 10 പ്ലസ് 0.6 10.6 സ്ക്വയർ. കണ്ട ഈ സ്ക്വയർ മൈനസ് 10ന്ന് ഈ 0.6 കുറയ്ക്കുമ്പോൾ 9.4 9.4 സ്ക്വയർ. അപ്പോൾ ഇതിപ്പോൾ ഏത് രൂപത്തിലേക്ക് എത്തി? നമ്മുടെ ഫോർമുലയിലേക്ക് വന്നു. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആ രൂപത്തിലേക്ക് വന്നാൽ പിന്നെ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അപ്പോൾ 10.6ഉം 9.4 കൂട്ടുമ്പോൾ 20, ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ 12. അപ്പോൾ 20 ഇൻറ്റു 12 240. ഓക്കെ, ദെൻ നമ്മളിനി 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ദ പ്രൈസ് ഓഫ് എ പെൻ ആൻഡ് എ ബുക്ക് ആർ ഇൻ ദ റേഷ്യോ 3:5. കണ്ട, the price of a pen and a book are in the ratio 3:5. The price of a book is 12 rupees more than the price of a pen. അതായത് ഒരു പേനയുടെയും ഒരു ബുക്കിൻ്റെയും കൂടി അതിൻ്റെ വിലയുടെ റേഷ്യോ എന്ന് പറയുന്നത് 3:5 ആണ്. ദ പ്രൈസ് ഓഫ് എ ബുക്കിൻ്റെ വില എന്ന് പറയുന്നത് ഈസ് 12 rupees മോർ ദാൻ 12 rupees കൂടുതലാണ് ദ പ്രൈസ് ഓഫ് എ പെൻ. പേനയുടെ വിലയേക്കാൾ 12 രൂപ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾക്ക് ചെയ്യേണ്ടത് കണ്ടല്ലോ, പെന്നിന് നമ്മൾ 3:5 അല്ലേ? അപ്പോൾ 3x, ബുക്കിന് 5x എന്ന് കൊടുക്കാം. 3x 5x. അപ്പോൾ ഈ 5xും 3xും കൂടി കുറയ്ക്കുമ്പോഴല്ലേ 2x കിട്ടേണ്ടത്. കാരണം പേനയേക്കാൾ ബുക്കിന് എത്ര രൂപയാണ് കൂടുതൽ? 12 രൂപ കൂടുതലാണ്. അപ്പോൾ ഈ 5x മൈനസ് 3x എത്രയായിരിക്കും? 2x. അപ്പോൾ 2x സമം 12. x ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 2 ഉള്ളത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? /2 ഈസ് ഈക്വൽ ടു 6. കണ്ട, എക്സിൻ്റെ വില 6 കിട്ടി. ഏതായാലും ഇവിടെ ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദ പ്രൈസ് ഓഫ് എ പെൻ ടേക്കൺ ആസ് 3x, ഹൗ ക്യാൻ വി റൈറ്റ് ദ പ്രൈസ് ഓഫ് എ ബുക്ക്? അപ്പോൾ പെന്നിൻ്റെ വില 3x എന്ന് എടുത്താൽ നമ്മൾ ബുക്കിൻ്റെ വില എങ്ങനെ എടുക്കും? 5x. കണ്ടായ ക്വസ്റ്റ്യൻ 5x. ഇനി ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഫൈൻഡ് ദ പ്രൈസ് ഓഫ് എ പെൻ ആൻഡ് ദാറ്റ് ഓഫ് ബുക്ക്. അപ്പോൾ നമ്മൾ പെന്നിൻ്റെ വിലയും ബുക്കിൻ്റെ വിലയും വേറെ വേറെ കണ്ടുപിടിക്കണം. അപ്പോൾ കണ്ടുപിടിക്കാൻ നമുക്കറിയാം, എക്സിൻ്റെ വില കിട്ടിക്കഴിഞ്ഞു 6 ആണ്. അപ്പോൾ 3 × 6 18 പെന്നിൻ്റെ വില. 5 × 6 30. ഇതാണ് രണ്ടുപേരുടെയും വില. അതിൻ്റെ അടുത്തത് നമ്മൾ പോകുന്നത് 12ാമത്തെ കണക്കിലേക്കാണ്. 12ാമത്തെ കണക്കിലേക്ക് പോകുമ്പോൾ നമുക്കൊന്ന് വായിക്കാം. ഇൻ ദ ഫിഗർ ABCDE ഇൻ എ റെഗുലർ പെൻഡാഗൺ. റെഗുലർ പെൻഡാഗൺ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. റെഗുലർ എന്ന് വെച്ചാൽ ഈക്വൽ സൈഡ്സ് ഉള്ള പിന്നെ പോളിഗണിനെയാണ് നമ്മൾ റെഗുലർ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റെഗുലർ പെൻഡാഗൺ.
അപ്പോൾ പെൻറ്റാഗൺ എന്ന് വെച്ചാൽ 5 സൈഡുള്ളത്, 5 സൈഡുള്ളതാണ്, റെഗുലറാണ്, എല്ലാ സൈഡ് ഈക്വലാണ്. റൈറ്റ് ദ മെഷർ ഓഫ് 1 ആംഗിൾ ഓഫ് എ റെഗുലർ പെൻറ്റാഗൺ. ഈ റെഗുലർ പെൻറ്റാഗണിൻ്റെ 1 ആംഗിൾ, ഒരു ആംഗിൾ എത്രയാണെന്ന് പറയണം, കണ്ടുപിടിക്കണം. ബി ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ മെഷർ ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ സി ഡി. ഈ എ സി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിളിനെയും കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു റെഗുലർ പെൻറ്റാഗണിൻ്റെ ടോട്ടൽ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് പോകുമ്പോൾ n-2 × 180 ടോട്ടൽ ആംഗിൾ കാണുന്ന ഈക്വേഷനാണ് കേട്ടോ. n-2 × 180. അപ്പോൾ n-2 × 180 5 - 2 × 180. അപ്പോൾ 3 × 180 = 540 ഡിവൈഡഡ് ബൈ 5 108. അപ്പോൾ ഒരു ഡിഗ്രി അളവ് എത്രയാണ്? 108 ഡിഗ്രിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫിഗറിൽ നോക്കുമ്പോൾ ഇത് ഫുള്ള് 108, ഇത് 108, ഇത് ഇവിടെ 108 കണ്ടോ. ഇതൊക്കെ 108 കേട്ടോ. ഇതൊക്കെ 108 108 108 108 108 അങ്ങനെയാണ്, എല്ലാം 108 ഡിഗ്രിയാണ് വരിക. അപ്പോൾ ഇവിടെ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കും പറയാം, നമ്മളോട് പറഞ്ഞ റെഗുലർ പെൻറ്റാഗൺ ആണെന്ന്. അപ്പോൾ റെഗുലർ പെൻറ്റാഗൺ ആണെങ്കിൽ ഈ ബി സിയുടെ നീളവും എ ബിയുടെ നീളം ഈക്വൽ അല്ലായിരിക്കുക. അപ്പോൾ ഈക്വൽ നീളങ്ങളാണെങ്കിൽ അവരുടെ ഓപ്പോസിറ്റുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലേ. നമ്മൾ ഒന്നാമത്തെ ലെസണിൽ പഠിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഇവിടെ 108 ആണ്. അപ്പോൾ ഈ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും? 180. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ 180 ഇവിടെ 180 - 108/2 = കിട്ടുന്നത് 36 ഡിഗ്രി. കണ്ട 180 108 കുറച്ചു, ആ കിട്ടിയ ഉത്തരത്തിൽ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടണേ? 36 ഡിഗ്രി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് 36 ഡിഗ്രിയാണ്, ഇതും 36 ഡിഗ്രിയാണ്. ഓക്കെ. ദെൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ എത്രയാണ് നമ്മൾ പറഞ്ഞേക്കണേ? 108 അല്ലേ. ഇത് ടോട്ടൽ 108 അല്ലേ. ഇതെല്ലാം ആംഗിൾ 108 5 അപ്പോൾ ഇത് 36 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 108ൽ നിന്ന് നമ്മൾ 36 കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ 72 ഡിഗ്രി. അപ്പോൾ 36 72. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നോക്കുമ്പോൾ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ 108 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഇതുപോലെ ഇ എയും ഇ ഡിയും ഈക്വലാണ്. അപ്പോൾ ഓപ്പോസിറ്റുള്ള ആംഗിൾസ് ഈക്വലാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്യുമ്പോൾ ഇവിടെ 36 ഇവിടെ 36 അങ്ങനെ വെച്ചാൽ ഇവിടെ എത്ര ഡിഗ്രി വരും? 72. കണ്ട. ഇനി ഇവിടെ നമുക്കറിയാം ഇത് 72ഉം ഇത് 72ഉമാണ്. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ഒരു ആംഗിളിൻ്റെ ടോട്ടൽ ആംഗിൾ 180 ആണ്. അപ്പോൾ ഇത് കാണാനായിട്ട് 72 72 കൂടി കൂട്ടുക. കൂട്ടിയിട്ട് 180ൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ 72 72 കൂട്ടിയിട്ട് 180ൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 36 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി 72 ഇത് രണ്ടും ഈക്വലാണ് അല്ലേ. പിന്നെ നമുക്ക് ഇവിടെ എല്ലാ അളവും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. റൈറ്റ് ദ മെഷർ ഓഫ് 1 ആംഗിൾ ഓഫ് എ റെഗുലർ പെൻറ്റാഗൺ. ഒരു റെഗുലർ പെൻറ്റാഗണിൻ്റെ ഒരു ആംഗിൾ എത്രയായിരിക്കും? നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു 108 ഡിഗ്രി അല്ലേ. 108 ഇത് 108 ഡിഗ്രി. പിന്നെ ഫൈൻഡ് ദ മെഷർ ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ സി ഡി. ട്രയാങ്കിൾ എ സി ഡി എന്ന് പറയുന്നത് ഇതാണ് എ സി ഡി. ഇത് ഈ ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിളിൽ ഓരോ ആംഗിളും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? ആംഗിൾ എ = 36 ഡിഗ്രി, ആംഗിൾ സി = 72 ഡിഗ്രി, ആംഗിൾ ഡി = 72 ഡിഗ്രി. ഓക്കെ. ദെൻ നമ്മൾ 13ാമത്തെ കണക്കിലേക്ക് പോവാണ്. 13ാമത്തെ കണക്കിൽ അമൃത ഡെപ്പോസിറ്റഡ് ₹20,000 ഇൻ എ ബാങ്ക് വിച്ച് കോമ്പൗണ്ട്സ് ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി. കേട്ടോ, ഹാഫ് ഇയർലി. The annual rate of interest 8%. How much amount would she get back after 1 year? അപ്പോൾ അമൃത 20,000 രൂപ ഒരു ബാങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം ഹാഫ് ഇയർലി അർദ്ധവാർഷികമായി പലിശ കണക്കാക്കുന്ന ബാങ്കിലേക്ക് ഇട്ടു. അപ്പോൾ ഹൗ മച്ച് എമൗണ്ട് വുഡ് ഷി ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 1 ഇയർ? ഒരു വർഷത്തിന് ശേഷം അവൾക്ക് എത്ര രൂപയാണ് കിട്ടുക? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പം ചോദ്യം പറയുമ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് നോക്കുക. പി = എത്രയാണ്? 20,000 രൂപ, 20,000 റുപ്പീസ്. ആർ = എത്രയാണ് വരിക? അതായത് ഹാഫ് ഇയർലി
ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ 8/2 പെർസെൻറ്റേജ് നമുക്ക് തന്നിരിക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ടാണ് ചെയ്യാൻ പാടുള്ളൂ കണക്ക്. അപ്പോൾ 4%. ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇയർ ആണല്ലോ, അവൻ 1 ഇയർ ആണ് അവിടെ അവൻ്റെ കാലയളവ്. അപ്പോൾ ആ 1 ഇയറിൽ എത്ര ഹാഫ് ഉണ്ട്? 2 ഹാഫ്. 1 × 2 2. അപ്പോൾ അതാണ് ഹാഫ്. കണ്ട. തന്നെ ഇനി നമ്മളത് ഇതിലേക്ക് കൊടുക്കുക കേട്ടോ. ഇതേ 20,000 ഇൻറ്റു 1 + 4/100 ഓൾ റൈസ് ടു 2. അപ്പോൾ 20,000 ഇൻറ്റു 1 × 100 100 100 + 4 104/100 ഇൻറ്റു 104/100 2 പ്രാവശ്യം. എന്നിട്ട് കോമൺ 0 1 2 3 4. ഇവിടെ കോമൺ 0 4 എണ്ണം. ആ കോമൺ 0 നമ്മൾ വെട്ടിക്കളഞ്ഞു. അപ്പോൾ 104 × 104 × 2 = കണ്ട ഇത്രയാണ് റുപ്പീസ്. കേട്ടില്ല? 21,632. 21,632 രൂപ. ഓക്കെ. ദെൻ നമ്മളോട് എന്താണ് ബി ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് നോക്കാം. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാജിയ ഡെപ്പോസിറ്റഡ് റുപ്പീസ്. നാജിയായും 20,000 രൂപ തന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. പക്ഷെ ഉള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാണ്? ക്വാർട്ടർലി പാദവാർഷികമായാണ് ചെയ്തത്. ദ എമൗണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 16%, 16%. ഹൗ മച്ച് എമൗണ്ട് വുഡ് നാജിയ ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 6 months? 6 മാസം കൊണ്ട് അവൾക്ക് ക്വാർട്ടർലി പ്രകാരം പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുകയാണ് 20,000 രൂപയ്ക്ക് 16% നിരക്കിൽ. അപ്പോൾ അവൾക്ക് എത്ര റുപ്പീസാണ് അവൾക്ക് തിരിച്ച് കിട്ടാൻ പോകേണ്ടത് നമുക്ക് നോക്കാം. അതെ, നാജിയയുടെ ചെയ്യുമ്പോൾ പി = നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20,000 ആണ്. പക്ഷെ 6 കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ എത്ര ക്വാർട്ടർലി ആണുള്ളത്? 4 ക്വാർട്ടർലി ആണുള്ളത്. അപ്പോൾ 6 = 16/4 4%. n = എത്ര വർഷമാണുള്ളത്? n = 2. കണ്ട. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുക. 20,000 ഇൻറ്റു 1 + 4/100 ഓൾ റൈസ് ടു 2. അപ്പോൾ നോക്കിയേ, നമ്മൾ നേരത്തെ പോലെ തന്നെയല്ലേ വന്നേക്കണേ? ഇങ്ങനെ തന്നെയല്ലേ വന്നേക്കണേ? ഇതും സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ എമൗണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ രണ്ടുപേർക്കും സെയിം തന്നെയാണ് കിട്ടാൻ പോണത്. അപ്പോൾ ദെൻ നമ്മൾ 15ാമത്തെ കണക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് പിന്നെ ഫിഗർ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഫിഗർ നിങ്ങൾ തന്നെ വരച്ച് നോക്കുക കേട്ടോ. ദെൻ 15ാമത്തെ കണക്കിലേക്ക് നമ്മൾ പോവുകയാണ്. 15ാമത്തെ കണക്കിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 15ാമത്തെ കണക്കിൽ പറഞ്ഞിരിക്കുന്നത് x - x² - y² = x - y ഇൻറ്റു കണ്ടോ. അപ്പോൾ ഇത് x² - y² = x - y ഇൻറ്റു ഡാഷ്. നമുക്കറിയാം അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? x² - y² = x - y ഇൻറ്റു x + y. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്താണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ദെൻ ബി ക്വസ്റ്റ്യൻ്റെ 3a + b ഇൻറ്റു 3a - b. അപ്പോൾ ഇതേ രൂപത്തിലല്ലേ കിടക്കണേ? x - y ഇൻറ്റു x + y. ആ രൂപത്തിലല്ലേ ഇത് കിടക്കണത്? അപ്പം നമ്മൾ ഈ രൂപത്തിലേക്ക് എങ്ങനെ ആക്കണം? നമ്മളിതിനെ ഇങ്ങനെ ആക്കണം. കണ്ട, ഇങ്ങനെയാണ് നമ്മൾ ആക്കേണ്ടത്. 3a² അതായത് x² - y². അപ്പോൾ 3a² - y² = 3ൻ്റെ സ്ക്വയർ 9a² - b². കണ്ട, 9a² - b². ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. സി ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. സി ക്വസ്റ്റ്യനിൽ ഫൈൻഡ് 9.8² - 0.2². അപ്പോൾ ഇത് ഏത് രൂപത്തിലാണ് കിടക്കുന്നത്? x² - y². അപ്പോൾ x² - y²ൻ്റെ ഫോർമുല എന്താണ്? x + y ഇൻറ്റു x - y. അപ്പോൾ x ഇവിടെ 9.8ഉം y ഇവിടെ 0.2 ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ട ചെയ്യുന്നുണ്ടോ? കണ്ടോ? x + y ഇൻറ്റു x - y. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 10 ആണ് കിട്ടുക. ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9.6 ആണ്. 10 × 9.6 = 960 നമുക്ക് കിട്ടുക. പക്ഷെ ഒരു സ്ഥാനം ഉണ്ടല്ലോ, പോയിൻ്റ് ഒരു സ്ഥാനം നീക്കി നമ്മൾ കുത്തിട്ട് കൊടുക്കുമ്പോൾ
96 ആണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, then നമ്മൾ പോകുന്നത് അടുത്ത കണക്കിലേക്കാണ്. അത് 16ാമത്തെ കണക്കാണ്. 16ാമത്തെ കണക്കിൽ ഒരു ക്വാഡ്രിലേറ്റർ വരയ്ക്കാനാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ആദ്യം അവർ പറഞ്ഞതുപോലെ തന്നെ വരയ്ക്കുമ്പോൾ നോക്കുക കേട്ടോ. ഞാനിവിടെ റഫായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്ത് വരയ്ക്കണം? ഒരു എ ബി 8 സെൻറ്റിമീറ്റർ നമ്മൾ വരയ്ക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് തന്നിരിക്കുന്ന അളവ് എ സിയുടെ അളവാണ്. അപ്പോൾ എയിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ എടുത്ത് ഒരു ആർക്ക് ഇടാം. പിന്നെ ബി സിയുടെ അളവ് തന്നിട്ടുണ്ട്. അപ്പോൾ ബിയിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ എടുത്ത് ആർക്ക് ഇടാം. രണ്ടാൾക്കും കൂടി കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് സി. പിന്നെ അവിടുന്ന് സിയിൽ നിന്നും 4 സെൻറ്റിമീറ്റർ ഇപ്പുറത്തേക്ക് ആർക്കിടുക. അപ്പോഴാണ് നമ്മുടെ ഡി കിട്ടാനാണ് കേട്ടോ. പിന്നെ എയിൽ നിന്നും ഡിയിലേക്ക് 5 സെൻറ്റിമീറ്റർ എടുത്ത് ആർക്കിടാം. അപ്പോൾ ഏകദേശം ആർക്ക് ഇതിങ്ങനെയൊക്കെ വരും. അപ്പോൾ അവിടെ പോയിൻ്റ് വരാം. ഇതിങ്ങനെയൊക്കെ ഒരു ആർക്കാവും നമുക്ക് കിട്ടുക. കേട്ടല്ലോ? അപ്പോൾ റഫായിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. നല്ല വൃത്തിയായി നിങ്ങളുടെ പിന്നെ ഡ്രോയിങ് പെൻസിലൊക്കെ വെച്ചിട്ട് കോമ്പസും സ്കെയിലൊക്കെ വെച്ചിട്ട് സൂപ്പറായിട്ട് വരയ്ക്കുക. കേട്ടല്ലോ? ദെൻ 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. 17ാമത്തെ ക്വസ്റ്റ്യൻ, എ പ്ലാസ്റ്റിക് ബോട്ടിൽ മാനുഫാക്ചറിങ് കമ്പനി ഡിസൈഡഡ് ടു റെഡ്യൂസ് ഇറ്റ്സ് പ്രൊഡക്ഷൻ ബൈ 10% ഇൻ ഈച്ച് ഇയർ. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി, ഉണ്ടാക്കുന്ന കമ്പനി തീരുമാനിക്കുകയാണ് അവരുടെ പ്രൊഡക്ഷൻ, അവരുടെ ഉൽപ്പാദനം, അവർക്ക് ചിലപ്പോൾ കുറച്ച് നഷ്ടമൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഉൽപ്പാദനം 10% ഓരോ വർഷം അങ്ങ് കുറയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇഫ് ദ കറൻറ്റ് പ്രൊഡക്ഷൻ ഈസ് 4 lakhs, ഇപ്പോൾ 4 ലക്ഷം ബോട്ടിൽസാണ് അവർ പ്രൊഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറഞ്ഞ് അവർ കുറയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ വാട്ട് വുഡ് ബി ദ പ്രൊഡക്ഷൻ ആഫ്റ്റർ 2 years, 2 വർഷത്തിന് ശേഷം അവർ എത്ര മാത്രമായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാന്ന്. അപ്പോൾ ഓരോ വർഷവും എത്ര വെച്ചാണ് കുറയുന്നത്? 10%. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ അവരുടെ പ്രൊഡക്ഷൻ എത്രയായിരിക്കും? ഇതാണ് നമ്മുടെ ചോദ്യം. പോകാം നമുക്ക് ഉത്തരത്തിലേക്ക്. അപ്പം നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ റെഡ്യൂസ് എന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ്, പിന്നെ ഇൻക്രീസ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലസ് നമ്മൾ ഉപയോഗിക്കണം. ഇവിടെ റെഡ്യൂസ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. P is equal to 4 lakh, R is equal to 10%, N is equal to 2, 2 വർഷമാണ്. P into 1 minus R by 100 all raised to N. 4 lakhs into 1 minus 10 by 100 all 2 year. അപ്പോൾ 4 lakh into 1 into 100 100, 100 minus 10 90. അപ്പോൾ എത്ര വട്ടം അങ്ങനെ വരും? 2 വട്ടം വരും. 90 by 100 into 90 by 100. അപ്പോൾ കോമൺ 0 വെട്ടിക്കളയണം. ഇവിടെ 4 0 ആണുള്ളത്. ഇവിടുത്തെ 4 0 മാത്രമേ വെട്ടാൻ പാടുള്ളൂ. കോമൺ മാത്രമേ വെട്ടിക്കളയാൻ പാടുള്ളൂ. സീറോസ് എല്ലാം വെട്ടിക്കളഞ്ഞേക്കരുത് കേട്ടോ. അങ്ങനെ എല്ലാം കൂടി നമ്മൾ ഇൻറ്റു ചെയ്യാണ്. 40 ഇൻറ്റു 90 ഇൻറ്റു 90 ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3,24,000. അത്രയും ബോട്ടിൽസാണ് 2 വർഷം കഴിയുമ്പോൾ ഉണ്ടാവുക. ഓക്കെ, നമ്മളിനി 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, 1 square plus 4 into 2 is equal to 3 square. 2 square plus 4 into 3 is equal to 4 square. 3 square plus 4 into 4 is equal to 5 square. ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത 2 പാറ്റേൺ എന്തായിരിക്കും? ഇതാണ് ചോദ്യം. അടുത്ത പാറ്റേൺ. അപ്പോൾ അടുത്ത പാറ്റേൺ എന്തായിരിക്കും? ഭയങ്കര ഈസിയല്ലേ ഈ ചോദ്യം? വളരെ ഈസിയാണ്. ആർക്കും അതായത് അത്ര ഭയങ്കര ബുദ്ധിയൊന്നും ഇതിന് വേണ്ട. നോക്കൂ കേട്ടോ. 4 square plus 4 into 5 is equal to 6 square. 5 square plus 4 into 6 is equal to 7 square. ഇതാണ് നമ്മുടെ 2 ആ രീതിയിലുള്ള പാറ്റേൺ നമ്മൾ എഴുതുമ്പോൾ. ഇനി എന്താണ് നമ്മുടെ ബി ക്വസ്റ്റ്യൻ നോക്കുക കഴിഞ്ഞാൽ, ബി ക്വസ്റ്റ്യൻ പറയുന്നത് 5 square plus 4 into dash is equal to 7 square. അപ്പം നമ്മൾ രണ്ടാമത്തെ പാറ്റേൺ രീതിയിലുള്ള എഴുതിയ വരിയല്ലേ അവർ ചോദിച്ചിരിക്കുന്നത്. ഭയങ്കര ഈസി കേട്ടോ. ഒരെണ്ണം എഴുതിയ 2 എണ്ണത്തിൻ്റെ മാർക്ക് കിട്ടും നമുക്ക്. 5 square plus 4 into 6 is equal to 7 square. ഈ 6 അവിടെ ഡാഷ് ഇട്ട് വെച്ചത്. ഓക്കെ, ദെൻ നമ്മൾ സി ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ 10 square plus 4 into 11 is equal to എത്രയായിരിക്കും വരിക? നേരത്തെ അതേ രീതിയിൽ തന്നെയാണ് പോകുന്നത് അല്ലേ? അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയായിരിക്കും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് അതുപോലെ ചെയ്യുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നവർ? 10 square plus 4 into
11 ഈസ് ഈക്വൽ ടു ഡാഷ്. അപ്പം ഇങ്ങനെ എഴുതാം. ഇതേ കണ്ട 10 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 11 ഈസ് ഈക്വൽ ടു 12 സ്ക്വയർ. കണ്ടോ നമ്മൾ ചെയ്ത് വരുമ്പോൾ അതേപോലെ ചെയ്ത് വരുമ്പോൾ ഉത്തരം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ശരിയാവുന്നുണ്ട് കേട്ടോ. 144 കിട്ടുന്നുണ്ട്. ഓക്കെ, അത് പ്രൂവ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് വെറുതെ പ്രൂവ് ചെയ്ത് കാണിച്ചു തന്നു മാത്രം കേട്ടോ. പിന്നെ എൻ്റെ ഡി ക്വസ്റ്റ്യൻ നോക്കാം. ഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞത് n സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു n+1 ഹോൾ സ്ക്വയർ എത്രയായിരിക്കും? ഹോൾ സ്ക്വയർ ഇല്ല കേട്ടോ, n+1 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ എഴുതാം. കണ്ട n സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു n, ഇതേ കണ്ട 4 ഇൻറ്റു n, 4n കണ്ട പ്ലസ് 4 ഇൻറ്റു 1 എന്താ 4 കണ്ട. അപ്പം അതിൻ്റെ ഉത്തരം എത്ര വരിക? n പ്ലസ് കാണുന്നില്ല അല്ലേ. ഇതായിരുന്നു നമ്മുടെ ചോദ്യം ഇതായിരുന്നു. n സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു n+1 ആയിരുന്നു. അപ്പം നമ്മളതിനെ ഇങ്ങനെയൊന്ന് എഴുതി. കണ്ട ഇങ്ങനെ എഴുതിയപ്പോൾ നമുക്ക് ഇൻറ്റു ചെയ്ത് എഴുതണ്ടേ. അപ്പോൾ n സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു n 4n പിന്നെ പ്ലസ് 4 ഇൻറ്റു 1 4. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളതിനെ ഇങ്ങനെയാക്കി എഴുതണം. കാരണം ഇവിടെ ഇതിപ്പോൾ ഇത് ഈക്വേഷൻ ആവുന്നിരിക്കണേ എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് 5 സ്ക്വയർ കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്നിൻ്റെ റൂട്ട് എത്രയാണ്? n സ്ക്വയറിൻ്റെ റൂട്ട് n, 4ൻ്റെ റൂട്ട് 2 ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ താങ്ക് യു.